ഹലോ കൂട്ടുകാരെ, വായിൽ വെള്ളം വരുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ? അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മധുരൈ നെയ് ചുക്കയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എല്ലില്ലാത്ത കഷ്ണം ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ചെറിയ എല്ലൊക്കെ കുഴപ്പമൊന്നുമില്ല, എന്നാലും നെയ്യ് ചുക്ക ഉണ്ടാക്കുമ്പോൾ അധികം എല്ലില്ലാത്ത ഇതാണ് നല്ലത് കേട്ടോ. അതിനകത്തേക്ക് ഇഞ്ചി ഒരു ഇഞ്ചി കഷ്ണമുള്ള ഇഞ്ചി നല്ലപോലെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. ഇതിനകത്തേക്ക് വേണ്ടത് നല്ലെണ്ണയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കാട്ടിലും കുറച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ. പിന്നെ നല്ലെണ്ണ ആയതുകൊണ്ട് തന്നെ അധികം ഹെൽത്തിന് കുഴപ്പമില്ലാത്തതാണ് നല്ലെണ്ണ. അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ ചേർത്ത് കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും കുറച്ചും കൂടി എണ്ണ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തട്ടിക്കൊടുക്കണം കേട്ടോ. തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് നമ്മൾ നല്ലതുപോലെ ഈ വെള്ളം ഇറങ്ങി വരും. അപ്പം അതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ പെട്ടെന്ന് ഇതിനകത്തേക്ക് ഇതിനകത്ത് ചേർക്കാത്തത് എണ്ണ വേറെ അല്ലാതെ ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ആ പാത്രം കഴുകി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ഒരു പാത്രം കഴുകി ഞാനിപ്പോൾ ഒരു ടീസ്പൂണിനെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് അത് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ബോൺലെസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കനൊക്കെ വെന്ത് കിട്ടുവേ. നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് താമസമാണ്. ഇത് നമ്മൾ ബ്രോയിലർ കോഴിയല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. നല്ലപോലെ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ അതിനകത്തോട്ട് ഇറങ്ങി ഒന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്യ് ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മധുര നെയ്യ് ചുക്കയാണിത്, അപ്പം നെയ്യുടെ ആ ഒരു ഫ്ലേവർ വേണം. അതിനുവേണ്ടി ഞാൻ ലാസ്റ്റിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു സ്മെല്ല് ആ സമയത്ത് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിനുശേഷം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലേക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മധുരൈ നെയ് ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇത് തയ്യാറാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.